പാലക്കാട് പെരുവമ്പ് ആൾക്കൂട്ട കൊലപാതകത്തിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം. പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. 2010 മാർച്ച് 9 പെരുവമ്പ് സ്വദേശി രാജേന്ദ്രനെ പ്രതികൾ കെട്ടിയിട്ട് മർദ്ദിച്ചത്. രാജേന്ദ്രന്റെ മാതാവ് രുക്മിണി കഴിഞ്ഞ 14 വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിധി. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് പാലക്കാട് ഒന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, അമ്മ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടത്തുന്നു. അത് ആൾക്കൂട്ട ആക്രമണം പോലെയുള്ള ഒരു നീചമായ ഒരു നടപടി, അത് മാനസിക വെല്ലുവിളി നേരിട്ട ഒരു യുവാവിനോട് കാട്ടിയ ക്രൂരതയായിരുന്നു അത്. ഏതായാലും ആ അമ്മയുടെ പ്രതികരണത്തിൽ ഈ അമ്മയോടൊപ്പം നിന്ന ആളുകളുടെ പ്രതികരണത്തിൽ ആശ്വാസകരം അല്ലേ ഈ വിധി അവർക്ക്? തീർച്ചയായിട്ടും ഗോകുൽ, 14 വർഷം നീണ്ട ഒരു നിയമ പോരാട്ടമാണ് ആ അമ്മ നടത്തിയത്. നാടിനടുക്കിയ ആൾക്കൂട്ട കൊലപാതകത്തിലാണ് ഒടുവിൽ കുടുംബത്തിന് നീതി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 2010 ഫെബ്രുവരി 9 കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. മനോദൗർബല്യമുള്ള രാജേന്ദ്രൻ വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. രാജേന്ദ്രന്റെ വീടിന് സമീപത്തെ ഓലപ്പുര കത്തിച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ ആക്രമണം നടക്കുന്നതിന് തലേ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചില വാഗ്വാദങ്ങളും ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസമാണ് പ്രതികൾ കൂട്ടമായി ചേർന്ന് രാജേന്ദ്രനെ മർദ്ദിക്കുന്നത്. തുടർന്ന് പുലർച്ചെ 2 മണി മുതൽ ഏതാണ്ട് അരമണിക്കൂറോളം സമയം പോസ്റ്റിൽ കെട്ടിയിട്ടു മർദ്ദനം തുടർന്നു. പുലർച്ചെ 5 മണിക്കാണ് പക്ഷേ ഈ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയത്. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും പോലീസ് എത്തിച്ചേർന്നിരുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ അമ്മ രുക്മിണി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതികളായിട്ടുള്ള വിജയൻ, കുഞ്ചപ്പൻ, ബാബു, മുരുകൻ, മുത്തു, രമണൻ, മുരളീധരൻ, രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. പാലക്കാട് 1ാം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയുടേതാണ് വിധി. ഈ പോലീസ് വീഴ്ചയായിരുന്നു അന്ന് പ്രധാനമായും രാജേന്ദ്രന്റെ അമ്മ രുക്മിണി ഉന്നയിച്ചിരുന്നത്. അന്ന് മുതൽ അവർ നടത്തിയൊരു നിയമ പോരാട്ടത്തിന്റെ വിജയമാണ് ഒടുവിൽ നമ്മൾ കാണുന്നത്. എന്തായാലും പ്രതികളെ മുഴുവൻ ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരി, നിഖിൽ പ്രമേഷാണ് ആ വിധിയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.